കൈവിട്ടുവെന്ന് കരുതിയ മത്സരം തിരിച്ചുപിടിക്കുക എന്നത് ഒരു കലയാണ്. ഒരു കാലത്ത് മൈറ്റി ഓസ്ട്രേലിയ ആയിരുന്നു അതിൽ മിടുക്കർ. എതിരാളികൾ ജയമുറപ്പിച്ചു നിൽക്കവേ അവരുടെ ചുണ്ടിൽ നിന്നും ചിരി പറിച്ചെടുത്ത് വിജയിക്കാനുള്ള പ്രത്യേകമായ ഒരു മിടുക്ക് അവർക്കുണ്ടായിരുന്നു. IPL-ൽ ഇതുപോലെ മിറാക്കിൾ കംബാക്കുകൾക്ക് സാധിക്കുന്നവരാണ് മുംബൈ. തോറ്റു തുടങ്ങി 5 സീസണുകൾക്കൊടുവിലും 5 കിരീടങ്ങൾ അവരുടെ അലമാരയിലെത്തിയതും അതുകൊണ്ട് തന്നെ. ഇന്നലെ ഡൽഹി സ്റ്റേഡിയത്തിൽ കണ്ടത് ആ വിന്റേജ് മുംബൈയുടെ മിന്നലാട്ടങ്ങളാണ്. ബാറ്റിംഗിലും അവർക്ക് ശുഭസൂചനകളുണ്ടായിരുന്നു. ഏറെ വിമർശനം കേട്ട രോഹിത് റിക്കൽട്ടൺ സഖ്യം വിക്കറ്റ് നഷ്ടപ്പെടാതെ 47 റൺസിലെത്തിയത് തന്നെ അവർക്ക് നൽകിയ ആത്മവിശ്വാസം വലുതാണ്. പിന്നാലെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും നമൻധിറുമെല്ലാം താളം കണ്ടെത്തിയതോടെ സ്കോർ 200 പിന്നിട്ടു. ബൌളിംഗിലും സ്വപ്നതുല്യമായ തുടക്കമാണ് അവർക്ക് ലഭിച്ചത്. ആദ്യ പന്തിൽ തന്നെ ഫ്രേസർ മക്കർക്ക് പുറത്ത്. പക്ഷേ കരുൺ നായർ എന്ന അപ്രതീക്ഷിത ഹീറോ അവിടെ ഉദയം ചെയ്യുകയാണ്. തങ്ങളുടെ പ്രീമിയം ബോളറായ ട്രെന്റ് ബോൾട്ടിനെ അടിച്ചുകൊണ്ടാണ് അയാൾ തുടങ്ങിയത്. തൊട്ടു പിന്നാലെ ഏത് ഗ്രൗണ്ടിലും ഏത് പിച്ചിലും ഷുവർ ബെറ്റായ ബുംറയെ കൂടി അയാൾ തല്ലിയതോടെ ഈ മത്സരം ഏകപക്ഷീയമായി തീരുമെന്ന് തോന്നിച്ചു. 12-ാം ഓവറിൽ മിച്ചൽ സാന്റനറുടെ അൺപ്ലേയബിൾ ഡെലിവറിയിൽ കരുൺ മടങ്ങുമ്പോൾ ഡൽഹിക്ക് വേണ്ടത് 50 പന്തുകളിൽ 71 റൺസ് മാത്രം. 7 വിക്കറ്റുകളും കയ്യിലുണ്ട്. പക്ഷേ മുംബൈ ആഗ്രഹിച്ച ഒരു മാറ്റം ഗ്രൗണ്ടിൽ സംഭവിക്കുകയാണ്. പുതിയ നിയമപ്രകാരമുള്ള 2-ാം പന്തിന്റെ വരവിനായി മുംബൈ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ 13-ാം ഓവറിൽ അമ്പയറുടെ പെട്ടിക്കുള്ളിൽ നിന്നും 2-ാം പന്തെടുത്തു. പുതിയ പന്തിന് പിന്നാലെ ഡഗ്ഔട്ടിലിരുന്ന് രോഹിത് സ്പിന്നർമാരെ പന്തേൽപ്പിക്കാൻ പാണ്ഡ്യയോട് പറയുന്നത് കാണാമായിരുന്നു. തൊട്ടു പിന്നാലെ കരൺ ശർമ്മയുടെ പന്തുകളിൽ ട്രിസ്റ്റൻ സ്റ്റബ്സും KL രാഹുലും മടങ്ങുന്നതാണ് കണ്ടത്. നനഞ്ഞു കുതിർന്ന പന്തിൽ സ്പിന്നർമാർ പരുങ്ങുമ്പോൾ പുതിയ പന്ത് സ്പിന്നർമാർക്ക് കൂടുതൽ ഗ്രിപ്പും ടേണും നൽകും. സാന്റനറും കരൺ ശർമ്മയും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പന്തെറിഞ്ഞത്. എങ്കിലും ഡൽഹി തന്നെയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. 16 ഓവർ പൂർത്തിയാകുമ്പോൾ ഡൽഹിക്ക് 24 പന്തുകളിൽ വേണ്ടത് 42 റൺസ് മാത്രം. ഫിനിഷിംഗ് അറിയാവുന്ന അശുതോഷ് ശർമ്മക്കൊപ്പം വിപ്രജ് നിഗമും ക്രീസിലുണ്ട്. എന്നാൽ 17-ാം ഓവർ എറിയാനെത്തിയ ട്രെന്റ് ബോൾട്ട് തന്റെ ക്ലാസും എക്സ്പീരിയൻസും കാണിച്ചു. പവർ പ്ലേയിൽ നന്നായി തല്ലുകൊണ്ട ബോൾട്ടിന്റെ ഉഗ്രൻ കംബാക്ക്. ബോൾട്ടിന്റെ അളന്നു മുറിച്ച പെർഫെക്റ്റ് യോർക്കറുകൾക്ക് മുന്നിൽ ഡൽഹി പരുങ്ങി. ആ ഓവറിൽ പിറന്നത് 3 റൺസ് മാത്രം. അതുവരെ അലയടിച്ചിരുന്ന ഡൽഹി ഗാലറി അപകടം മണത്തു തുടങ്ങി. 18-ാം ഓവർ എറിയാനെത്തിയ സാന്റനറെ വിപ്രജ് 6-ഉം 4-ഉമായാണ് വരവേറ്റത്. പക്ഷേ സ്ലോ വൈഡ് ബോൾ എറിഞ്ഞ സാന്റനർ വിപ്രജിനെ സ്റ്റംപിംഗിൽ കുരുക്കി. എങ്കിലും അശുതോഷ് ശർമ്മ ഗ്രീസിലുണ്ട്. 14 പന്തിൽ 26 എന്നത് ഡൽഹിക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരം മാത്രം. പക്ഷേ പിന്നീടങ്ങോട്ട് മുംബൈ ഫീൽഡിംഗിൽ ഉണർന്നു. ഒരു കംപ്ലീറ്റ് ടീം ഗെയിം. ഇല്ലാത്ത റൺസിനോട് അശുതോഷ് ശർമ്മയും കുൽദീപ് യാദവും റണ്ണൌട്ട്. ഒടുവിൽ മിച്ചൽ സാന്റനറുടെ അക്രോബാറ്റിക് ത്രോയിലൂടെ മോഹിത് ശർമ്മ കൂടി റണ്ണൌട്ടായി മടങ്ങുമ്പോൾ ഡൽഹി ഡഗ്ഔട്ട് കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാനാകാതെ നിന്നു. ഒരറ്റത്ത് മിച്ചൽ സ്റ്റാർക്ക് എല്ലാത്തിനും മൂകസാക്ഷിയായി ഉണ്ടായിരുന്നു. ഹിറ്റിംഗ് എബിലിറ്റിയുള്ള സ്റ്റാർക്ക് അപ്പുറത്തുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും തുടക്കപ്പെട്ട് റണ്ണിനായി ഓടി വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞതെന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ടൂർണമെന്റിൽ ഇതുവരെ തോൽവിയറിയാത്ത ഡൽഹിയുടെ തേരോട്ടം തകർത്തുകൊണ്ട് മുംബൈ തിരിച്ചുവരവിനുള്ള ചില സിഗ്നലുകൾ നൽകുന്നു. പാളിച്ചകൾ തിരുത്തി മുംബൈ തിരിച്ചുവരുമോ, അതോ കണ്ടത് വെറുമൊരു മിന്നലാട്ടം മാത്രം?